അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് വെച്ച് സനാ നസറിൻ ആരാണ്? സനാ നസറിൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡലിങ്, ഭാര്യയും ഭർത്താവും മോഡൽ ഡ്രസ്സ്, വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സനാ നസറിനൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നല്ല ഫോളോവേഴ്സുള്ള, നല്ല റീച്ചുള്ള ഇൻസ്റ്റഗ്രാം പേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും കാലിക്കറ്റ് സ്വദേശികളാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം മുന്നേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിളിക്കാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് തംബ്നെയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ നല്ല സ്നേഹമുള്ള മോളാണ്. അതുമാത്രമല്ല അതിൻ്റെ ഭർത്താവ് നല്ല എന്നുവെച്ചാൽ നല്ല സ്നേഹവും കെയറിങ് ഉള്ളൊരു ആളാണ്. അൽഹംദുലില്ലാ എനിക്ക് വിളിച്ചപ്പോൾ തന്നെ സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ അവർ അറിയാത്ത കുറേ കാര്യങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തി കുറച്ച് പേരൊക്കെ മനസ്സിലാക്കി. അൽഹംദുലില്ലാ സന്തോഷം. എൻ്റെ കൂടെ വാട്സപ്പിലാണ് അവൾ ആദ്യം ഫോണിലാണ് അവളെ ഭർത്താവ് വിളിച്ചത്, പിന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത്. എന്നുവെച്ചാൽ രണ്ട് എന്താണ് ക്യൂട്ട് തത്തമ്മയല്ലേ പേര്, അതേപോലെയാണ് അവർ പറന്ന് നടക്കുകയാണ്. ഞാൻ കാരണം ഒരു ചെറിയ വിഷമം ഉണ്ടാക്കി. ഞാനത് ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആ കുട്ടീൻ്റെ കൂടെ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ ഡ്രസ്സൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. നല്ല വെസ്റ്റേൺ മോഡൽ, നമുക്ക് എന്ന് വെച്ചാൽ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് നല്ല മോഡേണൊക്കെ ആഗ്രഹിക്കുന്നവരും കല്യാണ ഇതിൻ്റെ അതും എല്ലാം അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാരിയൊക്കെ യൂസ് ചെയ്യണത്, ഹിജാബൊക്കെ ധരിക്കുന്ന ആ മോഡേണൊക്കെ എങ്ങനെയാണ് എന്ന് വരെ അവൾ ചുറ്റിക്കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ നല്ല ടോപ്പിൽ നിൽക്കുന്ന, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയണമല്ലോ, അതേപോലെ. അത് മാത്രമല്ല നമ്മുടെ കേരളക്കാർ മാത്രമല്ല, വെസ്റ്റേൺ എല്ലാ ആൾക്കാരും ഉണ്ട് അവരെ ചാനലിൽ. പിന്നെ അങ്ങനെ ഒരു കുട്ടി വിളിക്കണമെന്നൊക്കെ പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ് സനാന്ന് ആണ് കുട്ടിയുടെ പേര്. അവളെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ പേരാണ് സനാ നസറിൻ. അപ്പോൾ നിങ്ങൾ നോക്കണം, പാവാട ഉടുപ്പൊക്കെ നല്ല സൂപ്പർ മോഡലതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് സനാ നസറിനെ കുറിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ടേ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ ചോദിച്ച് എന്തേ നീ വീഡിയോ ചെയ്യാത്ത നെജില, അല്ലെങ്കിൽ നെജി എന്ത് നീ വീഡിയോ ചെയ്യാത്തത്? അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പോയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. പുറത്ത് പോയാൽ മൊബൈൽ അധികം യൂസ് ചെയ്യൂല, ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ളു. കാരണം പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്കിവിടെ നാട്ടിൽ റോഡ് പണി നടക്കുക. അപ്പോഴേ മൊബൈൽ നോക്കിക്കൊണ്ട് നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ചെറിയ ഷോർട്ട് കട്ട് അങ്ങനെയൊക്കെ ഷോർട്ടായിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ ഞാൻ ഇടുന്നത്. അപ്പോഴേ സനാ നസറിൻ എന്ന് പറയുന്ന കുട്ടി ഒരേ മോഡൽ ഡ്രസ്സിൻ്റെ അതും കാര്യങ്ങളും, ഹിജാബ്, മറ്റേ ഒരുപാട് കളക്ഷൻസ്, അതായത് കമ്മലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുള്ള ഡ്രസ്സ് മാത്രമല്ല മെയിനായിട്ട്. അപ്പോൾ മാഷാ അല്ലാഹ് അവരെ കുടുംബത്തിൻ്റെ ഇത് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ, ഫാമിലി രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. അതിൻ്റെ ഭർത്താവാണ്. പിന്നെ ഫുൾ സപ്പോർട്ടുള്ളൊരു ഫാമിലിയാണ്. കാരണം അവർ മോഡലിങ് ചെയ്യുന്നതുകൊണ്ട് അവരെ പേരിൽ തന്നെ ഒരുപാട് ഫേക്ക് ഐഡിയകൾ ആ കുട്ടി പറയുന്നുണ്ട്, ഫേക്ക് ഐഡിയകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ അതുകൊണ്ട് നമുക്ക് ഏതാണ് എന്ന് ആ കുട്ടിക്ക് അറിയാൻ പറ്റില്ല. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് എൻ്റെ വീഡിയോ ആ കുട്ടീൻ്റെ ഫാമിലി ആരോ എടുത്ത് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ തന്നെ ആ കുട്ടീൻ്റെ നമ്പർ അതിനകത്തുണ്ടായിരുന്നു. കുട്ടീൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ സന്തോഷം. പിന്നെ അവളെ പ്രൊഫൈലിൽ തന്നെ അവളെ പിക്കാണ് ഇട്ടേക്കുന്നത്. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരാൾ, എന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴോ കണ്ട്, എന്നിട്ട് ഞാൻ ജസ്റ്റ് പാസ് ചെയ്തിട്ട് പോയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഈ കുട്ടി ഈ തട്ടം, അതായത് നമ്മളെ ഹിജാബ് ഇടും, അല്ലാതെ ഷോൾ ഇങ്ങനെ ഇതേപോലെ ഷോൾ കറക്കിയിടും. അപ്പോൾ ഒരേ മോഡലാണ് ഒരേ സമയം. അപ്പോൾ മുഖം ഇനി അതാണ് അതേപോലത്തെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആണ്. നമുക്ക് സംശയത്തിൻ്റെ പുറത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് പറയാൻ പറ്റും. സനാ നസറിൻ എന്നാണ് കുട്ടീൻ്റെ പേര്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ഡ്രസ്സുകൾ കളക്ഷൻ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വെസ്റ്റേണൊക്കെയാണ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
നല്ല എന്ന് വെച്ചാൽ മാഷല്ല അവളെ മുഖം കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് വെറുപ്പായിരുന്നു, അതിന് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൾ ഏത് ഷോട്ട് അപ്പടിട്ടാലും ഞാൻ ഫസ്റ്റിലെ കയറി അവളെ കണ്ട് ലൈക്ക് അടിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ രണ്ട് ഫാമിലീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ടൈപ്പുള്ള ആളായിരിക്കണം. ആ ഒരു കുടുംബത്തിന് ഒരു വിള്ളലുണ്ടാവില്ല. പിന്നെ നമ്മളൊരു ഇത്താന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ സ്ഥാനം കാണിക്കണം. കാരണം എനിക്കറിയില്ലാത്ത രീതിയിലാണ് ഞാനത് ചെയ്തത്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ കുട്ടീൻ്റെ വോയിസ് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴും ഞാനൊരു കാര്യം പറയണം, യൂട്യൂബ് ഉപയോഗിക്കുന്നിടത്തിന് ആ കുട്ടീൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടെന്നും അവർക്കാർക്കും പ്രശ്നമില്ല. പക്ഷേ എന്നുവെച്ചാൽ ആൾമാറാട്ടം അതുപോലെയുള്ള കാര്യങ്ങളൊന്നും, കാരണം അത്രയും ടോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിനും പ്രശസ്തിക്കൊന്നും നമ്മളായിട്ടൊരു കോട്ടം ഉണ്ടാവരുത്. നമ്മൾ ഒരാളെ കൈപിടിച്ച് മുകളിലോട്ട് കൊണ്ടുവരാം, പക്ഷെ താഴെ ഇടുമ്പോൾ കുറച്ച് നെഗറ്റീവ് കാണും ആ കണ്ണിന്. അപ്പോൾ അവരവരെ ജോലിയാണ് എന്നുവെച്ചാൽ ഡ്രസ്സിൻ്റെ മോഡേൺ ടൈപ്പ് കാര്യങ്ങളൊക്കെ മോഡലൊക്കെ കാണിക്കുക, അത് അവരെ ഓരോരുത്തരുടെ ജോലിയാണ്. അപ്പം നമ്മൾ അതിലൊരു കുറ്റം നെഗറ്റീവ് കണ്ടെത്തണ്ട. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആ ഡ്രസ്സ് ചെയ്ത് പരസ്യം ഇടുന്നതിലൂടെയാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോണത്. അപ്പോൾ ഓരോരുത്തരും ഒരേ രീതിയിൽ ജീവിക്കട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരു തെറ്റൊന്നുമല്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ടും ഉപയോഗിച്ചാൽ ഒരു തെറ്റുകളും ഒരു കുറ്റങ്ങളും ഇല്ല. അപ്പം ഞാൻ സനാ നസറിന് എന്നെ അന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തതാണ്. വാട്സപ്പിൽ എന്നെ വിളിച്ചിട്ടും എന്നൊക്കെ കുട്ടീൻ്റെ ഭർത്താവും വിളിച്ച്. അപ്പോൾ നമ്മൾ ഒരാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിൽ ബഹുമാനിക്കുന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ബഹുമാനം തന്നെ കൊടുക്കണം. അതുകൊണ്ട് ആർക്കും ആരെയും ചെളിവാരി തേക്കാൻ പറ്റും. പക്ഷേ സത്യത്തിന് എന്നും സത്യത്തിന് 100% വിലയാണ്. അപ്പം ഞാൻ കുട്ടീൻ്റെ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ട് നമ്മുടെ സനക്കുട്ടീന്ന്. പിന്നെ അവർ അതായത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അങ്ങനെയൊക്കെ മോഡേണൊക്കെ ഒരുങ്ങി അവർ രണ്ടുപേരും കൂടെയൊക്കെ ചെയ്യുന്ന പേജാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഒരേ രീതിയിലാണ്. ചിലർക്ക് സ്വർണ്ണത്തിൻ്റെ കൂടെ, ചിലർക്ക് ഡ്രസ്സിൻ്റെ കൂടെ, ഓരോരുത്തർക്ക് ഒരേ കമ്മൽ കാര്യം അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പം എനിക്കും സനേനെ ഇഷ്ടമായത് സന ഒരുങ്ങുന്നതിലും മുഖം മാഷാ അല്ലാ. അവളിനി എത്ര ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും അവളെ കാണാനും മാഷാ അല്ലാ അടിപൊളി. അപ്പോഴത്തേക്ക് നമുക്ക് ഇൻഷാ അല്ലാ അവരെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഇതിലൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം യൂട്യൂബിൽ അവർ അധികം അട്രാക്ഷനിലല്ല നിൽക്കുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നല്ല സൂപ്പറായിട്ടാണ് അപ്പോഴപ്പോഴപ്പോഴും ഷോർട്ട് വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കിന് അപ്പം തന്നെ അതെടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ വയ്ക്കും. എനിക്ക് ആദ്യമൊക്കെ ആ കുട്ടീനെ കാരണം എന്താണെന്നറിയാമല്ല നിങ്ങൾക്ക്, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഞാനൊരു മെസ്സേജ് അയച്ചാലും അവൾ റിപ്ലൈ കാണുന്ന ടൈമാണെങ്കിൽ തരും. അത്ര രീതിയിലാണ് എന്നെ ഇത്താന്ന് വിളിച്ചത്. ഒരുപാട് പേര് നമുക്ക് സന്തോഷത്തോടെ വിളിക്കുമ്പോൾ നമുക്കും തിരിച്ചൊരു സന്തോഷമാണ്. ഇത്രയുള്ള മക്കളെ ദുആ ചെയ്യുക. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഉപ്പ എല്ലാവരും റാഹത്താണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാ നമുക്ക് നാളെ ഒരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.